പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓരോ ദിവസവും പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടെയോ എങ്ങനെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി എന്തിനാ തയ്യാറെടുക്കുന്നേ? മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. നമ്മുടെ ജീവിതവും മരണവും എങ്ങനെയാണ് സന്തോഷത്തിലാകുന്നത്? നമ്മൾ നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകുന്നത്. പടച്ച റബ്ബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും ഒരു നിമിഷം നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർത്താൽ തീരാവുന്നതേ ഉള്ളൂ. ഇന്ന് ഞാനാണെന്ന് അഹങ്കരിച്ച് നടന്നവനും ഒരു നാടിനെ തന്നെ കിടകിട വിറപ്പിച്ച് നടക്കുന്ന പോക്കിരിയും ഇന്ന് കിടക്കുന്നത് 6 അടി മണ്ണിലാണ്. നമ്മൾ ആരും ചിന്തിക്കുന്നില്ല നമ്മുടെ മരണത്തെക്കുറിച്ച്. ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ മരണപ്പെട്ട് ആ ഖബറിലേക്ക് എടുക്കുന്നത് വരെയുള്ള ആ ഒരു രംഗം. അതുമല്ല, നമ്മൾ കുറച്ച് നേരമെങ്കിലും ആരുടെയെങ്കിലും ഖബറിന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന ചിന്തകൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. വളരെ വിഷമിപ്പിക്കുന്നതും വളരെയധികം വേദനിപ്പിക്കുന്നതുമായ വാർത്തയാണ്. വയനാട് സ്വദേശിയായ 23-കാരൻ ഷാമിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ച റബ്ബ് ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ മരിച്ച 23-കാരന്റെ മയ്യത്ത് ജീർണിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. ബാംഗ്ലൂരു വയനാട് സ്വദേശിയായ ബിരുദ വിദ്യാർത്ഥിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. മേപ്പടിത്തറയിൽ TM നിഷാദിന്റെ മകൻ മുഹമ്മദ് ഷാമിലാണ് മരണപ്പെട്ടത്. 23 വയസ്സ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് അവർക്കും അവരുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടിയും ദുആ ചെയ്യേണ്ടതുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കുക. അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷാ അല്ലാഹ്. രാജഗുണ്ടയിലെ അപ്പാർട്ട്മെന്റിലാണ് ഷാമിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മത്തിക്കര MS ജാമിയ കോളേജിലെ 3ാം വർഷ BBM വിദ്യാർത്ഥിയായിരുന്നു. ഒപ്പം താമസിക്കുന്നവരൊക്കെ വെള്ളിയാഴ്ച നാട്ടിൽ പോയിരുന്നത്രേ. അതുകൊണ്ട് തന്നെ ആ റൂമിൽ ഷാമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകന് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാകുക? പടച്ച റബ്ബേ, ആ മകന് എന്താണ് പറ്റിയത്? ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പടച്ച റബ്ബ് കൊടുക്കട്ടെ, ആമീൻ. ഒപ്പം താമസിച്ചിരുന്നവർ ഞായറാഴ്ചയായിരുന്നു തിരിച്ചു വന്നത്. ഇവർ തിരിച്ചെത്തിയപ്പോഴുണ്ടായ കാഴ്ച ജീർണിച്ച ശരീരവുമായി ഷാമിൽ. ഈ ഒറ്റക്ക് താമസിച്ച കുട്ടിക്ക് പിന്നെ എന്താണ് സംഭവിച്ചത്? അതും മയ്യത്ത് ജീർണിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണം റബ്ബേ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. സംഭവത്തിൽ രാജകുണ്ടെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം അംബേദ്കർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. ശേഷം ഓൾ ഇന്ത്യ കേരള മുസ്ലിം കൾച്ചറൽ സെന്ററിന്റെ സഹായത്തോടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഷാമിലിന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ രാജകുണ്ടെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയണമല്ലോ. ഷാമിലിന്റെ മാതാവ് വാഹിദ, സഹോദരങ്ങൾ അഫ്രീൻ മുഹമ്മദ്, തൻവീർ അഹമ്മദ്. പടച്ച റബ്ബ് ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കും. ആ മകനെ ഇത്രയും ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് സമാധാനിക്കേണ്ടി വരും. പടച്ച റബ്ബ് ആ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ, ആമീൻ. എങ്ങനെയാണ്, എന്തിൻ്റെ പേരിലാണ് മരണപ്പെട്ടത് എന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ദുആ ചെയ്യാം. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വിദ്യാർത്ഥിയാണ്. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഇതുപോലുള്ള ദുർമരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. ഇവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണ റബ്ബേ. ഈ മയ്യത്തിന്റെ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ. പടച്ച റബ്ബേ, 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ. ഇവരുടെ ഖബറിലെ മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണ റബ്ബേ. ഇവരുടെ നന്മ പ്രവർത്തികൾ സ്വീകരിച്ച്
ദോഷങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. ആഖിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ. ഹർഷിന്റെ തണൽ നീ നൽകണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബേ. ഇവരുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ. നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തരണ റബ്ബേ. ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. പുറത്ത് റബ്ബേ, നമ്മുടെ മക്കൾ പല അബദ്ധത്തിലും വന്നു പെടുന്നുണ്ട് റബ്ബേ. ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ. നമ്മുടെ മക്കളെ സ്വാലീങ്ങളായി വളർത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണ റബ്ബേ. നാടിനും വീടിനും ഉപകാരമുള്ള മക്കളാക്കി തരണ റബ്ബേ. നമ്മുടെ മക്കൾ കാരണം നമുക്ക് തല കുനിക്കുന്ന അവസ്ഥ വരുത്തല്ലേ റബ്ബേ. നമ്മുടെ മക്കൾ കാരണം നമുക്ക് അഭിമാനിക്കാവുന്ന മക്കളാക്കി തരണ റബ്ബേ. നാണം കെടുത്തുന്ന മക്കളാക്കല്ല റബ്ബേ. നല്ല മക്കളാക്കി തരണ റബ്ബേ. അവർക്ക് നീ ബുദ്ധിയും ശക്തിയും അറിവും കൊടുക്കണ റബ്ബേ. അവരുടെ കൽബിൽ ഈമാൻ നിലനിർത്തി കൊടുക്കണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കൊടുക്കണ റബ്ബേ. റബ്ബേ, മക്കൾ കാരണം ഒരുപാട് മാതാപിതാക്കൾ വിഷമം അനുഭവിക്കുന്നുണ്ട് റബ്ബേ. ആ മക്കളെയൊക്കെ നന്നാക്കി കൊടുക്കണ റബ്ബേ. ഒരുപാട് മക്കൾ വൃത്തികെട്ട കൂട്ടുകെട്ടിൽ അകപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അത് കാരണം ഇന്ന് ഒരുപാട് മാതാപിതാക്കൾ വിഷമത്തിലാണ് റബ്ബേ. ഇതുപോലുള്ള വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. മാതാപിതാക്കൾക്ക് തണലാകുന്ന മക്കളാക്കി തരണ റബ്ബേ. ഓരോ മക്കൾ മാതാപിതാക്കളെ നോക്കാതെ താന്തോന്നിയായി നടക്കുന്ന മക്കളിൽ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരണ റബ്ബേ. എല്ലാ മക്കൾക്കും നീ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണ റബ്ബേ. ഇതുപോലുള്ള വൃത്തികെട്ട കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ. ഹബീബിന്റെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ. നമ്മുടെ മക്കളെ സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ. ഒരുപാട് മക്കൾ പെട്ടെന്നും പിടുങ്ങനെയും അബദ്ധത്തിലും ആക്സിഡന്റിലും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം കൊടുക്കണ റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ. ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കരയിലാണ് റബ്ബേ നമ്മൾ കാണുന്നത്. പൊട്ടിക്കരയുകയാണ് റബ്ബേ. അവർക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബേ. സഹനശക്തി കൊടുക്കണ റബ്ബേ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ അങ്ങോട്ട് വിളിക്കല്ലേ റബ്ബേ. അവർ ഈ ജീവിതകാലം മുഴുവൻ മരിച്ചു ജീവിക്കുകയായിരിക്കും റബ്ബേ. അവർക്ക് നീ സമാധാനം കൊടുക്കണ റബ്ബേ. റബ്ബേ, നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ കൊടുക്കട്ടെ. നമ്മുടെ ദുആ പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പറ്റുന്നവർ ഈ മയ്യത്തിന് വേണ്ടി യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.